ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ അല്ലേ? സൺഡേ ആണ്. ദേവുട്ടി എന്താ എണീറ്റ് വരികയാണ് കേട്ടോ. എണീറ്റ് വന്ന കണ്ണൊന്നും തുറക്കാൻ പറ്റണില്ല. ദേവുട്ടി കരാട്ടയ്ക്ക് പോയിട്ട് 6:30 അവൾ കരാട്ടയ്ക്ക് പോയി. ഞാൻ എണീറ്റത് 7 മണിക്കാണ്. 7 മണി കുറച്ച് നേരം അവിടെ കിടന്നു. മിറ്റത്തേക്ക് ഒന്ന് നോക്കിയാൽ മിറ്റ ആകെ ചമ്മലായിട്ടാണ് കേട്ടോ കിടക്കണത്. കുറച്ച് ദിവസമായി മിറ്റമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട്. ശരിക്കും അടിയും കാര്യങ്ങളൊന്നുമില്ല. ദേവുട്ടിയെ കൊണ്ട് അടിപ്പിക്കണതും ചെയ്യണതൊക്കെ. അപ്പോൾ ആകെ ചപ്പും ചമ്മലാണ്. അപ്പം ഇന്നത്തെ രാവിലത്തെ പണി എന്താണെന്ന് വെച്ചാൽ മുറ്റത്തേക്ക് ഇറങ്ങി ചപ്പും ചമ്മലൊക്കെ തീയിട്ട് മിച്ചൊന്ന് വൃത്തിയാക്കി ഇറങ്ങി. അതാണ് ആദ്യത്തെ പണി. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. കാണണ്ടേ മിറ്റം ഞാൻ കാണിച്ചാൽ. വൃത്തിയാക്കിയിട്ട മിറ്റം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, വൃത്തിയാക്കാത്ത മിറ്റം കണ്ടിട്ടില്ലല്ലോ. കാണിച്ചു തരാട്ടാ. കണ്ട എന്തോരം ചമ്മലകളാ ഇവിടെ. അതെ, ബുഷിൻ്റെ ഇടയിലൊക്കെ ചമ്മലാണ് കേട്ടാ. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കൈ കൊണ്ടിട്ട് വാരിയിട്ടാണ് ഞാൻ ചമ്മലൊക്കെ പുറത്തേക്ക് ഇടുക. അതിപ്പോൾ ദേവുട്ടിയുടെ അടിയായ കാരണം ദേവുട്ടി അതിൻ്റെ ഉള്ളിലൊന്നും കരടാളുണ്ടെങ്കിൽ വൃത്തിയാക്കാൻ നിൽക്കില്ല. അവൾ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അവൾ ഇവിടെ മാത്രം അടിച്ച് വൃത്തിയാക്കി പോവും. പിന്നെ ഇവിടുത്തെ ബുഷൊക്കെ ആകെ നാശകോശമായിട്ടാണ് നിൽക്കണത്. ഒരു ചെടിച്ചട്ടി അവിടെ പൊട്ടിയിട്ടിരിക്കണ്ടായിരുന്നു. അതിലെ മണ്ണാകെ കോഴി ചിക്കി പരത്തി. അതിലും ആകെ അവിടേക്ക് ആകെ വൃത്തികേടായിട്ടാണ് കിടക്കണത്. പിന്നെ അത് അപ്പുറത്തെ സെക്ഷനിൽ ആ ബുഷിൻ്റെ അപ്പുറത്തുള്ളടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചമ്മലിങ്ങനെ തീരുന്നത്. അവിടെയൊക്കെ ആകെ ചമ്മലൊക്കെ നിറഞ്ഞ്. ഇതൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് വരട്ടെ ഫ്രണ്ട്സ്. എന്നിട്ട് ഞാൻ അടുക്കളയിൽ കയറുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ മുറ്റത്ത് നല്ല വെയിലാവുക. വെയിൽ വരുമ്പോഴേക്കും നമുക്ക് മുറ്റത്തെ പണി കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറാൻ പറ്റും. അപ്പോൾ ആദ്യം അതൊക്കെ ചെയ്യട്ടെ. ഞങ്ങളുടെ ഒരു സീനിയമ 2 കളറുള്ള ചെടി കാണിച്ചു തരണം. അല്ല, പൂവ് കണ്ട, ഒരെണ്ണം ആ കളറും ഒരെണ്ണം ഈ കളറും. ഇത് കുറച്ച് കളറ് വന്നിട്ട് അങ്ങനെ മങ്ങിപ്പോയതൊന്നുമല്ല കേട്ടോ, ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു തണ്ടുമ്മ കണ്ട, ഒരു തണ്ടുമ്മ ഇങ്ങനെ വന്ന് ഒരു ചെടിയാണ്. ഒരു ചെടിയുമ്മ 2 കളറുള്ള പൂവ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ മുട്ടത്തോടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ ചുവപ്പ് പൂവ് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതെ, ഇതിനെ കുറേ മുട്ടത്തോടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കിടക്കിൽ കണ്ട, അതുകൊണ്ട് അത് നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. പൂവുണ്ടാവുന്ന ചെടികൾക്ക് മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായി പൂവുണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെയാണ് ഞാൻ മുട്ടത്തോട് ഇടാൻ തുടങ്ങിയത്. അത് ശരിക്കും അവർ പറയുന്നത് നന്നായി വെയിലത്തിട്ടിട്ട് കഴുകി ഉണക്കി മുട്ടത്തോടൊക്കെ ഉണക്കി നന്നായി മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടാണ് അവർ പറയണത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ നമ്മൾ കോഴിമുട്ട ഒഴിക്കുമ്പോൾ ഓരോരുത്തർക്കും ഇവിടെ ഡബിൾ ഓംലേറ്റ് ഇടുക. അതിട്ട് കഴിഞ്ഞാൽ ഒരു 6 മുട്ടയുടെ തൊണ്ടുണ്ടാവില്ല. ആ തൊണ്ട് അങ്ങനെ വേഗം കൈകൊണ്ട് ആകെ അങ്ങനെ പൊടിച്ച് നല്ല കയ്യുമ്പോൾ കുത്തിട്ടത് അങ്ങനെ പൊടിച്ച് അപ്പം തന്നെ കൊണ്ടുപോയി ഇടുക. അതാണ് എൻ്റെ പണി, വേറെ ഒന്നുമില്ല. അപ്പം നന്നായി. അത് ശരി തന്നെയാണ് കേട്ടോ, സംഭവം ശരി തന്നെയാണ്. നല്ല വളമാണ് തോന്നുന്നു. പൂവുണ്ടാവുന്ന ചെടികൾക്കൊക്കെ നല്ലതാണ് തോന്നുന്നു. അങ്ങനെ പാല് വരാൻ വേണ്ടി കാത്തിരിക്കുക. പാല് വരാൻ നേരം വൈകുമെന്നാണ് തോന്നുന്നത്. പാല് വന്നിട്ട് ചായ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ പാല് വരുമ്പോഴേക്കും സമയം ഒരുപാടാവും തോന്നുന്നു. ഒരു 5 മിനിറ്റും കൂടി ഇരുന്നിട്ട് മിറ്റടിക്കാൻ പോവാം. എന്നും ഞാൻ രാവിലെ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അവിടെ ഒരു വാഴ കൊലച്ചിട്ടുണ്ട്. അപ്പം അതുമ്പോൾ മാണി നിൽക്കണ്ടല്ലോ, ആ മാണിയുടെ തേൻ കുടിക്കുകയും നേരായി എന്നൊരു അണ്ണാറക്കണ്ണം വരൂട്ട. ഞാനത് അന്നത്തെ ദിവസം വീഡിയോ എടുക്കാൻ നോക്കിയതാണ്. പക്ഷെ അപ്പം അത് ചാടി കടന്നു പോയി. ഇന്നിപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ. ഇനി വർത്താനം കേട്ടത് പോവെന്ന് അറിയില്ല. കച്ചറ
നമ്മൾ സൂം ചെയ്തെടുക്കുമ്പോഴേ ക്ലിയർ ഇല്ല കേട്ടാ. സൂം ചെയ്തില്ലെങ്കിൽ അത് കാണൂല. അതിന് അടുത്തേക്ക് പോയി. ചാടി. ഇപ്പൊ അവിടെ നിന്ന് അപ്പുറത്തേക്ക് കയറും കേട്ടാ. ഞാൻ ഇന്നൊരു കാണുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞത്, ഇന്ന് ഈ സമയത്ത് അവൻ വരും കേട്ടോ. ഞാൻ ഇന്നത് പാലും കാത്ത് നിൽക്കുക, അല്ലെങ്കിൽ പാലും പാക്കറ്റ് എടുക്കാൻ വരുമ്പോഴാണ് ആള് ആ സമയത്ത് അവിടെ ഉണ്ടാവും. അപ്പം അതാ ഒരാൾ കരാട്ട കഴിഞ്ഞ് വന്നു കേട്ടാ. 8 മണിയാ. അത് ശരി. സൈക്കിളും കൂടെ അല്ലല്ലോ പോയത്. എല്ലാരും നടന്നിട്ട് തന്നെയായിരുന്നു. അത് ശരി. അപ്പൊ ഫ്രണ്ട്സ്, എൻ്റെ മിറ്റടി ഒരുവിധമൊക്കെ ആയിട്ടാ. എന്താ ഈ ഭാഗം കൂടി അടിച്ച് വൃത്തിയാക്കാണ്. ദേവട്ടിക്ക് അമ്മ അവിടെ പേരൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പേരക്കയുടെ സീസണാ തോന്നുന്നു കേട്ടോ. ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം പേരക്ക കിട്ടും. നമ്മൾ നോക്കി വെക്കണമെങ്കിൽ മുമ്പ് കിളികൾ നോക്കി വെക്കും കേട്ടോ. നമ്മൾ പഴുത്തത് അവിടെ ഉണ്ടല്ലോ നാളെ പൊട്ടിക്കാന്ന് പറയുമ്പോഴേക്കും അവരത് കൊണ്ടുപോയി ഉണ്ടാവും. അപ്പൊ ഇപ്പൊ എന്നും പഴുത്തത് കിട്ടുട്ടാ. അത്ര അങ്ങോട്ട് പഴുത്തിട്ടില്ല, ഒരെണ്ണം മാത്രം നന്നായി ആയിട്ടില്ല. ദേവാ ഇതവിടെ വെക്കട്ടെ. അവിടെ ഞങ്ങളുടെ പേരക്ക മരം. ഇനി അവിടെ ചമ്മലൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് തീർക്കാം. ഇവിടെയുണ്ട്, അവിടെയുണ്ട്. വായോ, കാപ്പി കുടിക്കണ്ടേ? അച്ഛതാ ബീഫ് വാങ്ങിച്ചിട്ട് വരികയാണ് കേട്ടാ. അച്ഛൻ ഞങ്ങൾ ക്യാമറ എടുക്കുന്നുണ്ട്. അപ്പോൾ വഴി മാറി വന്നു. അവിടെ അമ്മ പേരയ്ക്ക് വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് എടുത്തോ. ദേവ് കാപ്പി വെക്കുവോ? കാപ്പി ഉണ്ടാക്കിയിട്ട് അമ്മനെ വിളിക്ക്. മടിച്ച് ആദ്യമൊക്കെ ഇടയ്ക്ക് ചോദിക്കുക അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന്. ഇപ്പൊ വേണ ഞാൻ ചെയ്യണ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ഈശ്വരാ അമ്മ വേണ്ടാന്ന് പറയണേന്ന് അല്ലേ? ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ട് വരാം. മിറ്റടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഫ്രണ്ട് ഭാഗം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിലും ഒക്കെ അടിക്കാണ്ട്. എല്ലാവരും എത്തി കഴിഞ്ഞാൽ നമ്മുടെ പണി നടക്കില്ല എന്ന് പറഞ്ഞ മാതിരിയാ. അപ്പം ഇനി അവർ ഓരോന്നിനെ വിളിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ അങ്ങോട്ട് പോവില്ലേ?
നമ്മളല്ല ഞാൻ. അപ്പോൾ ഫ്രണ്ട്സ് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരാം. എങ്ങനെ അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ പിന്നിലെ മിറ്റടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതാ ചാപ്പ ചമ്മലൊക്കെ ഞാൻ അവിടെ കൂട്ടിയിട്ടു. ദേവുട്ടിക്ക് വെള്ളം ചൂടാക്കുമ്പോൾ അതതിലിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ടിട്ട്. എന്തായാലും വലിയ അടുപ്പല്ലേ, അപ്പോൾ പിന്നെ അത് അവിടെ തന്നെ കൂട്ടിയിട്ടു കേട്ടോ. അപ്പോൾ ഇതാ മിറ്റടിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ അടുക്കളയിൽ കയറാൻ പോവാണ്. അപ്പം ഇനിതാ കിച്ചണിൽ കയറാൻ പോവാണ് കേട്ടോ. അപ്പം മുരളിയേട്ടൻ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. ബീഫ് റെഡിയാക്കണം. ചായക്ക് പുട്ടാണ് കേട്ടോ. പുട്ടെന്ന് കേട്ടാൽ ദേവുട്ടി ദേഷ്യം പിടിക്കും. അപ്പോൾ അതിൻ്റെ ഒപ്പം ബീഫ് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ദേവുട്ടി വലിയ കുഴപ്പമുണ്ടാക്കില്ല. അപ്പം ഞാൻ വേഗം പോയിട്ട് ഒരടപ്പത്ത് ബീഫും ഒരടപ്പത്ത് പുട്ടും റെഡിയാക്കട്ടെ കേട്ടോ. ഇന്ന് മെല്ലെ ഉള്ളൂ കുളിയും കാര്യങ്ങളൊക്കെ. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇന്ന് കുറച്ചും കൂടെ വൃത്തിയാക്കാണ്ട്. ആ സൈഡ് കുറച്ച് വിറകും ചകിരിയൊക്കെ ആകെ ചെതൽ പിടിച്ചിട്ട് കിടന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചകിരിയൊക്കെ ചാക്കിന്ന് പുറത്തേക്ക് എടുത്തിട്ടു. പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ പിറ്റേ ദിവസമാണ് മഴ പെയ്തത്. രാത്രി മഴ പെയ്തു എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതൊക്കെ വീണ്ടും നനഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ ഒന്നും കൂടെ കുറച്ച് കുപ്പിച്ചില്ലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഒരു കുണ്ടുണ്ട്, അതിൽ കൊണ്ടുപോയി ഇടണം. പിന്നെ അവിടെ വൃത്തിയാക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കുളിച്ചിട്ട് നിന്നാൽ ശരിയാവില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് എനിക്ക് അത് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ അത് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവർക്കൊക്കെ വിശക്കും. അപ്പോൾ പിന്നെ ചെയ്യാൻ നമുക്ക് ധൃതി പിടിച്ച് ചെയ്യേണ്ടി വരും. ഇപ്പോഴാകുമ്പോൾ സമാധാനമായി ചെയ്തിട്ട് അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ ഞാൻ പോയി വേഗം പുട്ടും ബീഫൊക്കെ റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ് ദേവുട്ടിക്ക് തുണി തോരടാനുള്ള പണിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേഗം തോരട്. നല്ല മടിയാ. തോരടില്ല വേണ്ടല്ലോ. അപ്പം ഞാനിതവിടെ നമ്മുടെ ബീഫിനുള്ളതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സബോളയും തക്കാളിയൊക്കെ. എൻ്റെ ചെറിയ ജാറ് കേടായി ഫ്രണ്ട്സ്. അതിൽ തിരിയണില്ല. സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ബ്ലേഡ് തിരിയണില്ല. അതന്നാളെ തേങ്ങ കൊത്തിട്ട് അരച്ചതാ. അപ്പോൾ അത് നാശമായി തോന്നുന്നു. അപ്പോൾ എല്ലാം ഇടിച്ചു വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. പിന്നെ നമ്മുടെ ബീഫ് ഇത് അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഓഫ് ചെയ്തിട്ടില്ല, തീ കുറച്ചിട്ട് കൊടുക്കുക. 5-6 വിസിലായിട്ടുണ്ട്. ഒരു 2 വിസിലും കൂടെ വന്നിട്ട് ഓഫ് ചെയ്യാച്ചിട്ടാ. പുട്ടിനത് അവിടെ നനച്ച് വെച്ചിട്ടുണ്ട്. നാളികേരം ചിരകണം കേട്ടോ. മോയ് തേങ്ങ വെള്ളം തരുമോ? നല്ല മധുരമുള്ള വെള്ളം പറയുകയാണെങ്കിൽ ഇച്ചിരി കൂടെ വലിയ തേങ്ങ നോക്കി. ഞാനങ്ങോട്ട് വലിക്കേ. ഒന്ന് കുളിച്ചേ, ഒന്ന് കുളിച്ചേ. ആരോഗ്യമൊന്നും ഇല്ലാണ്ടായി. ആ വെട്ട് കത്തി ഇങ്ങോട്ട് എടുക്കാമോ? കുടിച്ചാൽ ഓക്കെ. ഇതാമ്മ വെള്ളല്ലേ അതില്? കുറച്ചുള്ളൂ. നല്ല മധുരമുള്ള വെള്ളം, നല്ല മധുരമുള്ള വെള്ളം. എന്നാ കുടിച്ചോ. നല്ല മധുരമുള്ളത്. ചള്ള് തേങ്ങ അതുകൊണ്ടാ. നാളികേരം ചെറിയ പുട്ടിനെ വേണ്ട, ഞാൻ ചെറിയിക്കൊണ്ട്. ഞാൻ വെറുതെ ചോദിച്ചതാ. വേണ്ട, അമ്മ ചെറിയിക്കൊണ്ട്. ഇതുപോലെ മടിച്ചുമാര് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ പോയി പുട്ടിനെ നാളികേരം ചിരകി പുട്ടൊക്കെ ഉണ്ടാക്കട്ടെ ട്ടാ. മോയ് എന്തായി? വെറുതെ ചോദിച്ചതാ. ഞങ്ങളുടെ ബീഫായിട്ട് ഫ്രണ്ട്സ്. ബീഫ് കറി. ബീഫ് കുറച്ച് ചാറ് കൊടുക്കണേ.
കൂടിയ പുട്ട് തവട്ട റെഡി ആയി കേട്ടോ. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നത്. കട്ടൻ ചായയും കൂടെ വെക്കണം. പിട്ട് കാണിക്കേ? ആ പിട്ട് കാണിച്ചു. ആ ശരി. പിട്ട് റെഡിയായി, ബീഫ് റെഡിയായി. ചായ വെക്കണമായിരിക്കും. ഇതൊന്നും ഇരുന്ന് തിളച്ചോട്ടെ. ചായ കൂടെ വെക്കണം. അപ്പൊ ചായ വെച്ചിട്ട് ചായ കുടിക്കാറാവുമ്പോ ചായ കുടിക്കാൻ പോയിങ്ങ കാണാം. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ചായ കുടിക്കായിരുന്നു കേട്ടാ. ദേവുട്ടി കഴിക്കാതിരിക്കുമ്പോ കാണുന്ന പരിപാടിയാണ് ഉപ്പും മുളകും. അതിലെ കുട്ടികള് വലുതായിട്ടാ. ആ പഴയ എപ്പിസോഡ് തന്നെ ദേവുട്ടി കണ്ടോണ്ടിരിക്കുക. എടുത്തോ പുട്ടെടുത്തോ. ചൂടുണ്ടാവും. ഗായ്സ് ഈ പാത്രല്ലേ? ഏത് പാത്രം? ഈ പാത്രം പുട്ടിട്ട് കൊടുക്കണ പാത്രം. ദേവട്ടിക്ക് താരത്തിനെ പോയപ്പോ കിട്ടിയത് അല്ലേ? അതിന്റെ ശേഷം ഇപ്പൊ അതിലാണ് ചായ കൂടി ഫുള്ള് അല്ലേ? പുട്ടും ബീഫും എങ്ങനെയുണ്ട് പറയട്ടാ. ചൂടാണ്, നല്ല ചൂടാ. രണ്ടും പടപ്പത്ത് നിറയ്ക്കല്ലേ ഉള്ളൂ. എന്താ എന്തേ? ഞങ്ങള് തിന്നാ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അറിയാട്ടോ. പിന്നെ അവരവിടെ കാവലാവും. 3 പേരുണ്ട്. 3 പേരും അവിടെ നേരം നിൽക്കും. ഞങ്ങള് വളർത്തുന്ന പൂച്ചയൊന്നുമല്ല കേട്ടോ. ഇവിടെ നമ്മള് എപ്പോ ചോറുണ്ടായിരുന്നാലും ചായ കുടിക്കായിരുന്നാലും അതിന്റെ ബാക്കിയുള്ളത് ഇട്ട് കൊടുത്തിട്ട് ഇവിടുന്ന് പോവാത്തതാണ് 3 പൂച്ചകള്. രസണ്ടാ? പുട്ട് മാത്രം വെച്ച അയ്യേ പുട്ട് എന്ന് പറയും. പുട്ടും അതിന്റെ കൂടെ വല്ല ചിക്കനോ ബീഫോ ഉണ്ടെങ്കിൽ പുട്ട് കേമായില്ലേ. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ചായ കുടിക്കാൻ കേട്ടാ. അപ്പൊ ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഇന്നിങ്ങനെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടാ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.